നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റബ്ബറിന് വീണ്ടും വൻ ഡിമാൻഡ്. വില വരും ദിവസങ്ങളിൽ കുത്തനെ വർദ്ധിക്കും. റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നിറഞ്ഞൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. റബ്ബർ ഷീറ്റിന് വളരെയേറെ ക്ഷാമമാണ്. പലരും ടാപ്പിംഗ് നിർത്തി. ഇപ്പോൾ ടാപ്പിംഗ് ചെയ്യുന്നവർക്കും പാലുൽപാദനം വളരെ കുറവാണ്. ചിരട്ടക്കറയ്ക്കും ലാറ്റക്സിനും എല്ലാം ഇപ്പോൾ വൻ ഡിമാൻഡാണ്. റബ്ബർ വിലകളിൽ ഉണർവ്. നീണ്ട അവധി ദിനങ്ങൾക്ക് ശേഷം ചൊവ്വാഴ്ച ചൈനീസ് വിപണിയിൽ ഇടപാടുകൾ പുനരാരംഭിക്കും. ബെയ്ജിങ്ങിൽ നിന്നും റബ്ബറിന് ആവശ്യക്കാരെത്തുമെന്ന നിഗമനത്തിൽ ജപ്പാൻ, സിംഗപ്പൂർ എക്സ്ചേഞ്ചുകളിൽ നിക്ഷേപകർ താൽപ്പര്യം കാണിച്ചു. ബാങ്കോക്കിൽ ഷീറ്റ് വില കിലോ 223 രൂപയാണ്. വ്യാവസായിക ഡിമാൻഡിൽ കൊച്ചിയിൽ 4 ഗ്രേഡ് രൂപ 2 രൂപ വർദ്ധിച്ചു 219 രൂപയിൽ വ്യാപാരം നടന്നു. നാളികേര വിപണി ആടി ഉലയുന്നു. കൊച്ചിയിൽ വെളിച്ചെണ്ണ, കൊപ്ര വിലകളിൽ കിൻഡലിന് 300 രൂപ ഇടിഞ്ഞതിൻ്റെ ചുവട് പിടിച്ച് തൃശ്ശൂരിലും എണ്ണ വില കുറഞ്ഞു. എന്നാൽ നാളികേര കർഷകരെ മൊത്തത്തിൽ ഞെട്ടിക്കും വിധം കോഴിക്കോട് വെളിച്ചെണ്ണയ്ക്ക് 800 രൂപയാണ് ഇന്ന് ഇടിഞ്ഞത്. കൊപ്രയാട്ട് വ്യവസായികൾ സ്റ്റോക്കുള്ള എണ്ണ എന്ത് വിലയ്ക്കും വിറ്റുമാറാൻ പരക്കം പായുന്നത് ഫലത്തിൽ നാളികേര കർഷകരെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കും. തമിഴ്നാട്, കർണാടക, ആന്ധ്ര സംസ്ഥാനങ്ങളിലും നാളികേര ഉൽപ്പന്നങ്ങൾക്ക് കാലിടറി. ഏലക്ക ലേലത്തിൽ വരവ് 1,00,000 കിലോഗ്രാമിൽ ഒതുങ്ങിയത് കണ്ട് വ്യവസായികളും കയറ്റുമതി സമൂഹവും ചരക്ക് സംഭരണത്തിന് ഉത്സാഹിച്ചു. വാങ്ങൽ താൽപ്പര്യം കനത്തതോടെ മികച്ച ഇനങ്ങൾ കിലോ 3,001 രൂപയായി ഉയർന്നു. ശരാശരി ഇനങ്ങൾ 2,465 രൂപയിൽ കൈമാറ്റം നടന്നു. തോട്ടം മേഖല വരൾച്ചയെ അഭിമുഖീകരിക്കുന്ന ഈ അവസരത്തിൽ വേനൽ മഴയുടെ കടന്നുവരവ് സ്ഥിതികളിൽ മാറ്റം സൃഷ്ടിക്കാം. ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.